അരുൺ, ഇതിൽ ഈ ആൺസുഹൃത്ത് ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ ഈ റസീനയുടെ ആത്മഹത്യയുടെ വിവരം അറിഞ്ഞതിന് പിന്നാലെ തകർന്ന നിലയിലായിരുന്നു എന്ന് ഈ ആൺസുഹൃത്തിൻ്റെ കുടുംബത്തിൽ നിന്നും നേരത്തെ പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. അവരോട് സംസാരിക്കുമ്പോൾ കൂടുതലായി മനസ്സിലാവുന്നത് എന്താണ് അരുൺ പൂപ്പറമ്പ്? ഈ ആൺസുഹൃത്തായിട്ടുള്ള യുവാവിൻ്റെ മയിൽ സ്വദേശിയുടെ കുടുംബത്തിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ അവർക്ക് അറിയില്ല എന്നതാണ് പോലീസിന് അവർ നൽകിയിട്ടുള്ള മൊഴി. അന്ന് വൈകിട്ട് അവിടെ വെച്ച് ഈ സംഭവത്തിന് ശേഷം ഈ യുവാവിനെ അവിടെ പിടിച്ചു വെക്കുന്നു. അതിനുശേഷമാണ് ഈ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയത്. ബന്ധുക്കളെ വിളിച്ചു വരുത്തിയതിന് ശേഷം ആ കാര്യങ്ങൾ അവിടെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ബന്ധുക്കൾക്കൊപ്പം യുവാവിനെ പറഞ്ഞയക്കുകയും ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഈ യുവതിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും സംബന്ധിച്ചോ ഇടപാടുകളെ സംബന്ധിച്ചോ അവർക്കൊരു അറിവുമില്ല. ഈ സംഭവം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായതൊന്നും അവർ അറിഞ്ഞിട്ടില്ല എന്നതാണ് യുവാവിൻ്റെ ബന്ധുക്കൾ, യുവാവിൻ്റെ കുടുംബം പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ആ മൊഴി വീണ്ടും വിശദമായി രേഖപ്പെടുത്തുമെന്നും കൂടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ യുവാവിനെ കണ്ടെത്തേണ്ടതുണ്ട്. യുവാവിനെ ചോദ്യം ചെയ്തതിന് ശേഷം അവരുടെ കുടുംബത്തിൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നു കൂടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം ആവശ്യമാണ്. ഇപ്പോൾ പോലീസും കുടുംബവും രണ്ട് തട്ടിൽ നിൽക്കുകയാണ്. പോലീസ് പറയുന്നു ഈ 3 പേർ പ്രതികളാണ്, അതിൽ കൂടുതൽ പ്രതികളുണ്ട്, അതിൽ സദാചാരാക്രമണം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആ ഏരിയ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. കുടുംബത്തിൻ്റെ പരാതി കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും എന്നുകൂടി പോലീസ് പറയുന്നു. പക്ഷേ കുടുംബം തീർത്തു പറയുന്നു അവരല്ല, നിലവിൽ അറസ്റ്റിലായിട്ടുള്ളവരല്ല പ്രതികൾ. അതിൽ ഈ ആൺസുഹൃത്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണത്തിന് പിന്നിൽ. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാമ്പത്തികമായും ഈ സ്വർണം തട്ടിയെടുത്തതൊക്കെ അവർ ആ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. മാനസികമായി പല രീതിയിൽ യുവതിയെ തളർത്തിയിരുന്നു. അത് യുവതി ആരോടെങ്കിലും പറഞ്ഞോ എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടിയില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ആ കാര്യങ്ങൾ വ്യക്തമായി, പണം നഷ്ടപ്പെട്ടതും സ്വർണം നഷ്ടപ്പെട്ടതും ഒക്കെ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും അതുകൂടി അന്വേഷിക്കണം എന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെട്ടത്. അതിനാണ് ഇപ്പോൾ ACPക്ക് പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് എന്തായാലും ആ കാര്യങ്ങൾ കൂടി അന്വേഷിക്കും. ഇതിൽ എന്തെങ്കിലും ഈ ആൺസുഹൃത്തിനെ, അതായത് യുവാവിനെ ആൺസുഹൃത്തിനെ SDPI ഓഫീസിൽ എത്തിച്ച ദൃശ്യമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ അങ്ങനെ ഒരു വിചാരണയുടെ സ്വഭാവത്തിലുള്ളതല്ല ആ സംസാരം. ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അത് ആ തരത്തിലുള്ളതല്ല. പക്ഷേ പുറത്തെന്തായാലും ഇതിലൊരു സദാചാര വിചാരണയുടെ സ്വഭാവത്തിലുള്ള സദാചാര പോലീസിംഗ് നടന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ആൺസുഹൃത്തിനെ മർദ്ദിച്ച കൂട്ടത്തിലും SDPI പ്രവർത്തകരില്ല എന്നാണോ പ്രാദേശിക നേതൃത്വം പറയുന്നത്? അരുൺ, SDPക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതിൽ രാഷ്ട്രീയമായി ഇതിനെ കൂട്ടിക്കെട്ടുന്നതിലോട് അതിൽ രാഷ്ട്രീയമായി തന്നെ അവർ ചില മറുപടികൾ പറയുന്നുണ്ട്. അതിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കില്ല. അവരുടെ അനുഭാവികളായിട്ടുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ അനുഭാവികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി അതിൽ ഇടപെട്ടിട്ടില്ല എന്നതാണ് SDPI പറയുന്നത്. ഇത് ഈ യുവതിയുടെ ബന്ധുക്കളാണ് ഈ പ്രതിപട്ടികയിലുള്ളവർ. അവർ ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ, ഈ യുവാവുമായി ഇങ്ങനെ സംസാരിച്ച് കാറിലിരിക്കുന്നത് കണ്ടപ്പോൾ അതൊരു അനുചിതമായി തോന്നി. അങ്ങനെ അവരുടെ നല്ലതിനു വേണ്ടി ബന്ധുക്കൾ എന്ന നിലയിൽ ഇടപെട്ടു എന്ന കുടുംബത്തിന്റെ അതേ കാര്യമാണ് SDPI വിശദീകരിക്കുന്നത്. അങ്ങനെ വിവരങ്ങൾ നൽകുന്നത്.